ക്ഷീണിപ്പിച്ചുകൊണ്ട് മോവാബ് ദേശത്തേക്ക് വരുത്തി. മോവാബ് ദേശത്ത് നിന്നുകൊണ്ട് പല പല ഡയറക്ഷനിൽ നിന്നുകൊണ്ട് ശപിക്കാനായിട്ട് പറഞ്ഞെങ്കിലും യാക്കോബിനെ ശപിക്കുവാൻ പ്രൈസ് ഗോഡ് ബിലയാമിന് കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ബിലയാം പറയുന്നു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും, ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും നിൻ്റെ അനുഗ്രഹത്തെ മാറ്റാനും അത് മറിച്ച് ശാപമാക്കി മാറ്റാനും സാധ്യമല്ലെന്നാണ് ഈ വാക്യം വിളിച്ചു പറയുന്നത്. മരുഭൂമിക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് അവരുടെ കൂടാരങ്ങൾ കണ്ടിട്ട് ശപിക്കാൻ വന്നവൻ പറഞ്ഞു, യാക്കോബേ, ഇസ്രായേലേ, നിൻ്റെ കൂടാരങ്ങൾ, നിൻ്റെ നിവാസങ്ങൾ എത്ര മനോഹരം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യാക്കോബേ, നിൻ്റെ കൂടാരങ്ങൾ, നിൻ്റെ നിവാസങ്ങൾ എത്ര മനോഹരം. പ്രൈസ് ഗോഡ്. അപ്പോൾ ശപിക്കാൻ വന്നവന് 6 ലക്ഷത്തോളം ഇസ്രായേൽ മക്കൾ പാളയം പിടിച്ച് കിടക്കുന്ന മരുഭൂമിയിൽ നോക്കിയിട്ട് പ്രൈസ് ഗോഡ് പറയുകയാണ്, എത്ര മനോഹരം എന്ന് ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ അവിടെ ഫേസിറ്റിൽ പറയാറുള്ള കാര്യം ആവർത്തിക്കുകയാണ്. നമ്മുടെ കൂടാരങ്ങളും നമ്മുടെ ഭവനങ്ങളും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മനോഹരമായി തീരണം. പ്രൈസ് ഗോഡ്. പുറകോട്ട് തിരിയാതെ ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാം. എല്ലാവർക്കും തിരിയുന്നുണ്ടെങ്കിൽ ഓക്കെ, തിരിയുന്നില്ലെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ഓക്കെ, പ്രൈസ് ഗോഡ്. അപ്പോൾ മനോഹരമാക്കി തീർക്കുന്ന ഒരു ദൈവം, നമ്മുടെ കൂടാരങ്ങളെ മനോഹരമാക്കി തീർക്കുന്നൊരു ദൈവം, നമ്മുടെ തലമുറകളെ മനോഹരമാക്കി തീർക്കുന്നൊരു ദൈവം, നമ്മൾ തൊട്ട വിഷയങ്ങളെ മുഴുവൻ അതിമനോഹരമായി തീർക്കുന്ന ഒരു ദൈവം പ്രസാദിച്ചാൽ മനോഹരമാകും. പ്രൈസ് ഗോഡ്. പലതും മനോഹരമാകാതെ കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. പലതും മനോഹരമായി കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതിനെ മനോഹരമാക്കി വിരൂപമായി കിടക്കുകയാണ്. അതിനെ മനോഹരമാക്കി മാറ്റുവാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. പുറമേ നിന്ന് നോക്കുന്നവർ ഇത് മനോഹരമാണെന്ന് കാണണം. പുറമേ നിന്ന് നോക്കുന്നവർ മനോഹരമാണെന്ന് കണ്ടാൽ പോരാ, നമുക്ക് മനോഹരമായി തോന്നണം. നമുക്ക് മനോഹരമായി തോന്നണമെങ്കിൽ പുറമേ മനോഹരമായാൽ പോരാ, അകത്ത് മനോഹരമാകണം. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മളുടെ കൂടാരത്തിൻ്റെ അകത്ത് മനോഹരമായാൽ നമ്മൾ മനോഹരമാണെന്ന് പറയും, പുറത്ത് മനോഹരമായാൽ പുറത്തുള്ളവർ പറയും മനോഹരമാണെന്ന്. ഇത് രണ്ടും നടക്കണം. ഇന്ന് പല സ്ഥലത്തും നടക്കുന്നത്, പുറത്തു നിന്ന് നോക്കുമ്പോൾ, പുറമേ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരം, പക്ഷെ അകത്ത് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോഴാണ് എല്ലാം പ്രശ്നങ്ങളാണ്. കുഞ്ഞുങ്ങളിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, എല്ലാ വിഷയങ്ങളിലും, ബിസിനസ്സിൽ പ്രോബ്ലം, ജോലിയിൽ പ്രോബ്ലം. ഓരോ ദിവസവും വന്നിട്ട് പറയുന്നത്, എനിക്ക് നാളത്തെ ജോലിക്ക് പോകണമെന്നില്ല, എന്തോ അവിടുത്തെ ചില പ്രശ്നങ്ങൾ, നാളെ ബിസിനസ് കട തുറക്കണമെന്നില്ല. പ്രൈസ് ഗോഡ്. കുഞ്ഞുങ്ങൾ പറയും നാളെ കോളേജിൽ പോകണമെന്ന് തോന്നുന്നില്ല. എല്ലാവരെയും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഓരോ വിഷയങ്ങൾ ഗ്രസിച്ചിട്ട് ഹോപ്പ് നഷ്ടപ്പെട്ടവരായി, നിരാശപ്പെട്ടവരായിട്ട് ഭവനങ്ങളിലൊക്കെ ആയിരിക്കുകയാണ്. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ ഇതിന് ഈ പ്രതിഭാസത്തിന് കൊടുക്കുന്ന ഒരു പേര് ഡിപ്രഷൻ. പ്രൈസ് ഗോഡ്. മിക്കവാറും എല്ലാ വീട്ടിലും ഡിപ്രസ്ഡ് ആണ് ആളുകൾ. ഒരാളെങ്കിലും ഡിപ്രഷനിലാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിൻ്റെ കൂടാരത്തെ മനോഹരമാക്കിയാൽ ആ ഡിപ്രഷൻ മാറും. ഏത് വിഷയത്തിൽ ഡിപ്രസ്ഡ് ആണെങ്കിലും, ഏത് വിഷയത്തിൽ നിന്നെ ഉത്സാഹം കെടുത്തിയിട്ടുണ്ടെങ്കിലും, ഏത് വിഷയത്തിൽ നിന്നെ മനം മടിപ്പിച്ചിട്ടുണ്ടെങ്കിലും,
ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ കേൾവി ആ മനസ്സിൻ്റെ മടുപ്പ് മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരുടെയെങ്കിലും മനസ്സിനെ പിശാച് മടുപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നീ അത് മനോഹരമാക്കി ഉത്സാഹം കൊടുത്ത് ധൈര്യം കൊടുത്ത് അയക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് നമ്മുടെ ഏത് വിഷയത്തിലായാലും മടുപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യത്യാസം വരണം. അതിന് വ്യത്യാസം വരണമെങ്കിൽ അനുഗ്രഹം വരണമെങ്കിൽ ദൈവം തൊടണമെങ്കിൽ അവൻ്റെ വചനങ്ങളും വാക്കുകളും അനുസരിക്കണം. ഒരു പ്രോസസ്സാണത്. ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മുടെ വിഷയങ്ങളെ തൊടുകയും അത് അതിമനോഹരമാക്കി മാറ്റുകയും ചെയ്യും. ഈ ഏജകളിൽ വന്നിട്ടുള്ള പലരും സാക്ഷ്യമായി പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ മീറ്റിങ്ങിൽ എൻ്റെ വീട്ടിലെ പ്രശ്നമില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു സഹോദരൻ എനിക്ക് ഫോൺ ചെയ്തു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒരു വലിയ ബിസിനസ് ഡീല്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇന്ന് ഷിപ്പ് ചെയ്തെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇതാ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തവണ്ണം അദൃശ്യ മേഖലകളിൽ നമ്മുടെ മണ്ഡലങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന, നിൻ്റെ ഓരോ പ്രവൃത്തികളോടും പോരാടിക്കൊണ്ടിരിക്കുന്ന, അതിനെയൊക്കെ ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ചില പൈശാചിക പോരാട്ടങ്ങളുണ്ട്. എന്നാൽ കർത്താവ് അതിനെ തൊട്ട് കഴിയുമ്പോൾ ആ ലോക്ക് പൊട്ടും. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ, ഞങ്ങളുടെ മുമ്പിലുള്ള സകല ലോക്കുകളും ബ്രേക്ക് ചെയ്യണം. പ്രൈസ് ഗോഡ്. ചില വീട്ടിലാണെങ്കിൽ എത്ര ലോക്കാണെന്നറിയാമോ? ഗേറ്റിലൊരു ലോക്ക്, അത് കഴിഞ്ഞ് വാതിലിൽ 3 അന്താഴോട്ട് അതിന് 3 ലോക്ക്, പിന്നെ വർക്കേരിയയിലൊരു ലോക്ക്, പിന്നെ അലമാരിക്കൊരു ലോക്ക്. പ്രൈസ് ഗോഡ്. അതുപോലെ ഇവനും പിശാചും ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഓരോന്നും നോക്കുന്നിടത്ത് ലോക്ക്. അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. താക്കോലിട്ട് തിരിച്ചെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ വിചാരിക്കണം. എന്നാൽ ഇന്ന് രാത്രി സകല ലോക്കും പൊട്ടിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ കയറാം, ചുമ്മാ നടന്നു കയറാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി മുന്നോട്ടുള്ള ഗമനത്തിന്, പുരോഗമനത്തിന്, പ്രോഗ്രസ്സിന്, യാത്രയ്ക്ക്, ബിസിനസ്സിന്, ജോലിക്ക്, വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ വഴിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, ഞങ്ങളുടെ വഴിയിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള പുരോഗമനത്തെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സകല ബ്ലോക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് റിമൂവ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാക്കോബിൻ്റെ കൂടാരത്തെക്കുറിച്ചാണ്. യാക്കോബിൻ്റെ കൂടാരം മനോഹരം എന്ന് തോന്നുന്നതിന് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ട് ബിലയാം യാക്കോബിൻ്റെ കൂടാരം നോക്കിയിട്ട് ഇത് മനോഹരമെന്ന് പറഞ്ഞു? ആക്ച്വലി നമ്മൾ ചിന്തിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ഒരു കൂടാരം 40 വർഷം മുമ്പ് മോവാബ് സമഭൂമിയിൽ എത്തുന്നത് മിസ്രൈമിൽ നിന്നും രമസേസിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 40ാമത്തെ വർഷമാണ് മോവാബ് സമഭൂമിയിലെത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടാര ശീലകൾക്ക് 40 years ഓൾഡുണ്ട്, ഏജുണ്ട്. നമ്മുടെ ഒരു കുട തന്നെ കഴിഞ്ഞ കൊല്ലം മേടിച്ച കുട ഈ കൊല്ലം എടുത്തു കഴിഞ്ഞാൽ നരച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. 2 കൊല്ലം മുമ്പ് മേടിച്ചൊരു ഷർട്ട് ഇന്നെടുത്തിട്ടാൽ നരച്ചിരിക്കുക. ഭാര്യ പറയും നരച്ചിരിക്കുക, കളയാൻ പറയും, വേറെ മേടിക്കാൻ പറയും. പിശുക്കന്മാരും മേടിക്കുന്നതായിരിക്കും. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 40 വർഷം പഴക്കമുള്ള കൂടാരങ്ങൾ, അതിൻ്റെ പുറമൂടികൾ, പുറശീലകൾ നോക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ചിലതൊക്കെ കീറി തൂങ്ങിക്കിടക്കുന്നുണ്ടാവാം, വേറെ ചിലതൊക്കെ നരച്ചിരിക്കാം, വേറെ ചിലതൊക്കെ കളറ് പോയി കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഞാൻ സത്യം എന്ന് പറയട്ടെ, ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ദൈവം അവരെ സഹായിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, കാല് ചെരുപ്പ് തേഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ കൂടാരത്തിൻ്റെ മൂടിയും പഴകിയില്ല. പുറപ്പെട്ടപ്പോൾ എങ്ങനെയാണോ അതുപോലെ മനോഹരമായി, അതിമനോഹരമായി 40 വർഷം കഴിയുമ്പോഴും അങ്ങനെ തന്നെ കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിപാലനമുള്ള കൂടാരമാണത്. ഇറ്റ് ഇസ് an ordinary tent. It is not at all an ordinary tent. ആ ടെൻറ്റിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്, ആ കൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പോൾ ജയോത്സവമായി ഘോഷത്തോടെ അതിസന്തോഷത്തോടെ നടത്തിക്കൊണ്ടുവരുന്ന ഈ കൂടാരത്തെ നോക്കുമ്പോൾ ബിലയാം പറഞ്ഞു, യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം, ഇസ്രായേലേ, നിന്റെ നിവാസങ്ങൾ
എത്ര മനോഹരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മനോഹരമായി ദൈവം കാണിക്കത്തക്കവണ്ണം പ്രവർത്തിക്കണം. യാക്കോബിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു? പ്രൈസ് ഗോഡ്. വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 9 മുതൽ വാക്യങ്ങൾ. ആവർത്തനം 32:9 മുതൽ. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവും ആകുന്നു. എന്നിട്ട് താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റിപ്പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ദൈവമക്കളെ, യാക്കോബിന്റെ കൂടാരം മനോഹരമായി കാണുന്നതിന്റെ രഹസ്യമെന്ന് ചോദിച്ചാൽ ദൈവം ആ കൂടാരങ്ങളെ ചുറ്റി പരിപാലിക്കുകയാണ്. അതിനകത്ത് കിടന്നുറങ്ങുന്നവരെ കൺമണി പോലെ സൂക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നടത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, മാമൻ ആത്മീയമായ വിഷയങ്ങളിൽ കൂടെ ദൈവം നിന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവികമായ ആലോചനയിൽ കൂടെ നിന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, അവൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും കൺമണി പോലെ ചുറ്റി പരിപാലിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തിലും സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് തനിക്കൊരു കുടുംബമുണ്ടാകാൻ, ഭാര്യ ഉണ്ടാകാൻ, അമ്മയുടെ ഉപദേശത്തിലും അപ്പൻ്റെ ഉപദേശത്തിലും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായി മരുഭൂമിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുകയാണ്. പ്രൈസ് ഗോഡ്. ആ കിടക്കുന്ന കിടപ്പിൽ പെനിയേലിൽ ചെന്നപ്പോൾ അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ദൈവം അവനെ കണ്ടു. മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും ദൈവം അവനെ കണ്ടു. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എന്നെ കാണുന്നില്ല, ഈ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്ക് അല്ല, നിന്നെ കാണുന്ന ഒരുവനുണ്ട്. ദൈവം നിന്നെ കണ്ട് അവൻ വെറുതെ ഇരിക്കത്തില്ല, നിന്നെ ചുറ്റി പരിപാലിക്കും, കൺമണി പോലെ പാലിക്കും. പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ ദാവീദിനെ പരിപാലിച്ചു, കൺമണി സൂക്ഷിച്ചു. അടുത്ത വാക്യം 11. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എപ്പോഴാണ് കഴുകൻ ചിറകിന്മേൽ വഹിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? എപ്പോഴാണെന്നറിയാമോ? കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുമ്പോൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. മീതെ പറന്നാൽ ചിറകിന്മേൽ വഹിക്കുന്നത് എങ്ങനെയാ? കുഞ്ഞ് താഴെ, തള്ളക്കഴുകൻ മേളിൽ, ചിറകിന്മേൽ വഹിക്കുന്നത് എങ്ങനെയാ? എന്നിട്ട് പറയുന്നു, മീതെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. കഴുകൻ കൂടനക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു കൂട്ടിനകത്ത് തീറ്റ കൊണ്ടൊന്ന് കൊടുക്കും. അത് തിന്ന് വളർന്ന് തൂവലെല്ലാം ആയിക്കഴിഞ്ഞാൽ പറക്കാൻ പ്രായമായാലും പറക്കത്തില്ല. കാരണം അത് പറന്നിട്ടില്ല, അന്ന് വരെ പറന്നിട്ടില്ല. അപ്പോൾ തള്ളക്കഴുകിന് മനസ്സിലാകും, ഇത് പറക്കാൻ പ്രായമായി, ഇനി ഇവനോട് ഇരിക്കാൻ പാടില്ല, ഇവൻ എന്നെപ്പോലെ തന്നെ പറന്ന് നടക്കാനുള്ളതാണ്. എന്ത് ചെയ്യുന്നറിയാമോ? കൂട്ടിലെ കുറേ മുള്ളുകൾ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് കൂടെ അനക്കി കഴിയുമ്പോൾ ആ മുള്ള ശരീരത്തിലെല്ലാം കുത്തിക്കൊള്ളും. മുള്ളു കൊത്തിക്കൊണ്ട് സഹിക്കാൻ പറന്നില്ലെങ്കിൽ ഒന്നുകൂടെ ശക്തിയിൽ അനക്കി കഴിയുമ്പോൾ തള്ളക്കഴുകനെ ഈ കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് താഴെ ചാടും. കൂട്ടിൽ നിന്ന് താഴെ ചാടിയാൽ അന്ന് വരെ പറന്നിട്ടില്ല, ചിറകിട്ടൊക്കെ അടിച്ചു നോക്കും. അപ്പോൾ തള്ളക്കഴുകൻ മേളിലാണ്, ചിറകടിച്ചിട്ട്
താഴോട്ടാണ് പോകുന്നതെങ്കിൽ, സാധാരണ കഴുകൻ ചിറകടിച്ചാൽ ഉയരണം, എന്നാൽ ഈ കുഞ്ഞു കഴുകൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടത് ചിറകടിക്കുമ്പോൾ താഴോട്ടാണ് പോകുന്നതെങ്കിൽ മേളിലുള്ള തള്ളക്കഴുകൻ നേരെ പറഞ്ഞ് താഴെ വന്ന് ഈ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ചിറകുകളിന്മേൽ വഹിച്ച് പിന്നെയും കൊണ്ട് കൂട്ടി വയ്ക്കും. പിറ്റേ ദിവസം പിന്നെയും ശ്രമിക്കും. ഒരു 4-5 പ്രാവശ്യം ശ്രമിച്ച് കഴിയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഒരു പ്രാവശ്യം കാണാൻ സാധിക്കും ഇത് താഴോട്ടല്ല പോകുന്നത്, തള്ളയെപ്പോലെ മുകളിലോട്ട് പോവുകയാണ്. ഇന്ന് രാത്രി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഏതെങ്കിലും വിഷയത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം നിനക്ക് അനുകൂലമാകുമ്പോൾ, ദൈവം നിനക്ക് സഹായിയാകുമ്പോൾ, ഒരു മനുഷ്യന് നിന്റെ കൂടെ ഇല്ലെങ്കിലും, മരുഭൂമിയിൽ ഓളികൾക്കുന്ന പുണ്യപ്രദേശത്താണെങ്കിലും നിന്നെ ചിറകുകളിന്മേൽ വഹിച്ച്, ഹല്ലേലൂയ, നിന്നെ പറക്കാൻ തള്ളക്കഴുകൻ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ നിന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് താഴോട്ട് പോകുന്നവർ വിഷമിക്കേണ്ട, പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിക്ക്. കഴുകിനെ പോലെ ചിറക് വിരിച്ച് എന്നെ താങ്ങി, എന്നെ പഠിപ്പിച്ച് എനിക്ക് സ്വയം പറക്കത്തക്കവണ്ണം ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വയമായി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് കിടക്കുന്ന പദ്ധതികളുണ്ടെങ്കിൽ, പരാജയപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്ന വചനം തള്ളക്കഴുകൻ കുഞ്ഞുകഴുകനെ പറപ്പിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിന്നെയും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവനെ പൊക്കിയെടുക്കുന്നൊരു ദൈവമുണ്ട്. എനിക്കറിയത്തില്ല ഈ ഹോളിൽ എത്ര പേര് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. എന്നാൽ വ്യക്തമായി ഞാൻ പറയട്ടെ, ചിലർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി അതിനൊരവസാനം വരണം. ഇനി നീ താഴോട്ട് പോകാനല്ല, നീ താഴോട്ട് പോയി വല്ല പാറയിലും തട്ടി തകരുമെന്ന് ഭയപ്പെട്ടിരിക്കാനല്ല. നിന്റെ താഴോട്ടുള്ള പോക്ക് ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യത്തക്കവണ്ണം, ആമേൻ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം തൻ്റെ ചിറകുകളിന്മേൽ നിന്നെ വഹിച്ച് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും പൊക്കിയെടുക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. ശക്തിയോടെ ആരാധിക്കും. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് ഇനി താഴോട്ട് പോകാൻ കഴിയാതെ കണ്ട് ദൈവകൃപയുടെ വ്യാപാരം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ തള്ളക്കഴുകൻ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെ ചിറകളിന്മേൽ വഹിച്ച്, അടുത്ത 12, യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി കൂടെയുള്ള ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹോവ തന്നെ, ദൈവം തന്നെ, യേശു തന്നെ എന്നെ വഴി നടത്തുന്നുവെന്ന് വേറെ ആരും കൂട്ടില്ല, വേറെ ആരും സഹായത്തിനില്ല, എനിക്ക് വേറൊരു സഹായവും വേണ്ട. അവൻ സർവശക്തനായ യേശു എന്നെ സഹായിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കരമേറുന്നൊരു സ്തോത്രം ചെയ്യാമോ? നിന്നെ സഹായിക്കാൻ തിരുവചനം പറയുന്നു, യെശുരുവിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. ആവർത്തനം 33, ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 27 വായിച്ചു. 26. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനും ഇല്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അവൻ വരുന്നത് മേഘാരൂഢനായി ആകാശത്തൂടെ വരുന്നത് കൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരുത്തനും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോടതിക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പട്ടാളത്തിനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു മന്ത്രിക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിന്റെ സഹായത്തിനായി മേഘാരൂഢനായി നിന്റെ ദൈവം വരുമ്പോൾ, യേശുവിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് അവൻ തെളിയിക്കുമ്പോൾ, അവൻ തടുത്തു നിർത്താൻ ഒരു ശക്തിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തവനെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ദൈവസഹായം, ദൈവസഹായം, ദൈവസഹായം. എനിക്ക് ചിലരെ വലിയ ഇഷ്ടമാണ്. എന്തോ പറഞ്ഞാലും അവർ പറയും ദൈവം സഹായിച്ച, നാളെ വരുമോ, ദൈവം സഹായിച്ച, ബിസിനസ് ശരിയാവോ, ദൈവം സഹായിച്ച, അത് കിട്ടുമോ, ദൈവം സഹായിച്ച. അവനൊരു കാര്യം അറിയാം,
എന്തൊക്കെ ഒരുക്കി വച്ചാലും, എന്തെല്ലാം ഇണങ്ങി വന്നാലും, എന്തൊക്കെ കൃത്യമായിട്ട് പോയാലും ആ സഹായമില്ലെങ്കിൽ അത് വട്ടപൂജ്യമാകുമെന്നറിയാം. ഇന്ന് രാത്രി ദൈവ സഹായമില്ലെങ്കിൽ എൻ്റെ വിഷയം വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പറയേ. യാചിക്കുന്നവൻ ഏവനും കിട്ടും, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും, മുട്ടുന്ന ഏവനും തുറക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കുന്നതിന് വിചാരിക്കുന്നതിലും അത്യന്തം ഫലമായി എന്നെ ഇതിനെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? യേശുവിൻ്റെ ദൈവത്തെ പോലെ, എൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. അവൻ എനിക്ക് ൂടെ മഹിമയോടെ വരുന്നുണ്ട് എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച് പറന്ന് ഉയരും. ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. അടുത്ത വാക്യം കൂടെ വായിച്ച്. യേശുവിൻ്റെ ദൈവത്തെ പോലെ 27. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ബെഞ്ചമിൻ ഡിസ്രയേലി അവൻ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ആയപ്പോൾ തൻ്റെ സീറ്റിൻ്റെ മേളിൽ എഴുതി വച്ചിരുന്നു, എറ്റേണൽ ഗോഡ് ഈസ് ദൈ റെഫ്യൂജ് ബിനീത്ത് ആർ എവർലാസ്റ്റിംഗ് ആംസ്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ഭുജമാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ അവൻ ആര് വിചാരിച്ചാലും എന്തോ സംഭവിച്ചാലും എന്നാ നിന്നെ നടത്തും. നീ എത്തേണ്ടടുത്ത് എത്തും. ആര് വിചാരിച്ചാലും തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, ഉടക്കിടാൻ പറ്റത്തില്ല. വല്ലവനെ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ഉടക്ക് മാറി നീ മുന്നോട്ട് പോകും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും എവിടെ ഉടക്കുണ്ടെങ്കിലും ചില ഫയലുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ. ഉടമല ഹർത്തല വൗഡ ശകര ജഗന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില നന്മ തടഞ്ഞു വെച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു വെച്ചുകൊണ്ട് ചില ഫയലുകൾ ഇരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ മൂവ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി പറ, കർത്താവ് എൻ്റെ സ്റ്റോൾ ചെയ്ത് കിടക്കുന്ന വിഷയം, നടക്കാതിരിക്കുന്ന വിഷയം, അത് ഒരു വിധത്തിലും മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന വിഷയം യേശുവിൻ്റെ നാമത്തിൽ റിലീസ്. ശക്തിയോടെ വിശ്വാസത്തോടെ പറഞ്ഞോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പോൾ യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിലെ നിവാസങ്ങൾ എത്ര മനോഹരം. ഇനി ഈ യാക്കോബിനെ ഇങ്ങനെ മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് കൺമണി പോലെ കാത്തു സൂക്ഷിക്കാൻ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? യാക്കോബിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് യാക്കോബിൻ്റെ ജനനം മുതലുള്ള ചരിത്രം നോക്കാം. 24-ാം അധ്യായത്തിലാണ് യാക്കോബിൻ്റെ 25-ാം അധ്യായത്തിലാണ് യാക്കോബിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിൻ്റെ 22 മുതൽ അല്ലെങ്കിൽ 19 വായിച്ചു. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചിട്ട് ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻ അരാമിലുള്ള അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. കണ്ടോ, റിബേക്ക മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ഗർഭം ധരിച്ചു. ദൈവമക്കളെ, നമ്മുടെ ചില മച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം ചില റിസൾട്ട് ഇല്ലാതെ കിടക്കുന്ന വിഷയമുണ്ട്. നീ എത്ര കിളച്ചാലും, എന്തൊക്കെ വലിയ ആളാന്ന് പറഞ്ഞാലും, ആരൊക്കെ നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും, സ്റ്റോപ്പ് ചെയ്ത് ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾ നിനക്ക് വേണ്ടി റിലീസ് ചെയ്യണമെങ്കിൽ നിനക്ക് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് വിശ്വാസമുണ്ടോ? നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് വിശ്വാസമുള്ളവർ കരമരുന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അല്ലാത്തവൻ പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് വിശ്വാസമുള്ളവൻ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാത്തവർ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ. യാക്കോബ് പറയുന്നു, സംശയിക്കുന്നവൻ വല്ലതും ലഭിക്കുമെന്ന്
നിരൂപിക്കരുത്. പ്രൈസ് ഗോഡ്. അപ്പോൾ സംശയത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ വാക്യമോ പറഞ്ഞത്. സംശയമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്ക് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് ഇന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർക്ക് ഭാഗ്യമില്ല, ഗതിയില്ല, എന്തോ ചെയ്താലും നടക്കത്തില്ല, കാരണം പ്രാർത്ഥിക്കാൻ വയ്യ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, എൻ്റെയും നിൻ്റെയും ഈ ലോക ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടുള്ള വിഷയമായാലും ഏത് ചെറിയ വിഷയമായാലും നമ്മളെക്കൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ അത് നടത്തി കിട്ടാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ടൂളാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന വേണ്ടതുപോലെ ഉപയോഗിക്കാൻ അറിയാവുന്നവന് അതൊരു കീയാണ്, ഒരു താക്കോലാണ്. ആ താക്കോലിട്ടാൽ ഏത് പൂട്ടും തുറക്കാമെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇസഹാക്ക് പ്രാർത്ഥിച്ചതുപോലെ കാര്യങ്ങൾ തടസ്സപ്പെടുമ്പോൾ, ഹല്ലേലൂയ, മച്ചി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ഗോഡ്. വായിച്ച്. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. പ്രൈസ് ഗോഡ്. അവളുടെ ഉള്ളിൽ ശിശുക്കൾ, കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. പ്രൈസ് ഗോഡ്. ഞാൻ ഇത്തിരി ഗൈനക്കോളജി ചോദിക്കാൻ പോയി നിങ്ങളോട്. ഈ ഉള്ളിൽ തിക്കുന്നത് ആരാ? ശിശുക്കൾ. ആരാ ശിശുക്കൾ? ഒന്ന് ഏശാവ്, രണ്ട് യാക്കോബ്. അപ്പോൾ യാക്കോബും ഏശാവും റെബേക്കയുടെ വയറ്റിൽ കിടക്കുക. അവിടെ കിടന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തിക്കുക. സാധാരണ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ ടിക്കറ്റൊക്കെ മേടിക്കുന്നിടത്ത് പണ്ട് ഞാൻ പോയ കാലത്ത് കേട്ടിട്ടുണ്ട്, ഈ അതങ്ങോട്ട് തുറക്കുമ്പോൾ എല്ലാം കൂടെ എന്ത് ചെയ്യും? ബഹളം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇവിടെ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ചിലർ എന്നെ തിക്കാതെ എന്ന് തന്നെ പറഞ്ഞിരിക്കും. പ്രൈസ് ഗോ. അപ്പോൾ റെബേക്കയുടെ ഗർഭപാത്രത്തിനകത്ത് എന്ത് നടന്നുകൊണ്ടിരിക്കുക? തിക്കും തിരക്കും. പ്രൈസ് ഗോഡ്. എന്തിനായിരിക്കും? എന്തിനായിരിക്കും? അടുത്ത വാക്യം വായിച്ച്. ദൈവം എന്താ പറഞ്ഞെന്ന് ചോദിച്ച്. യഹോവ അവളോട്, രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. അപ്പൊ രണ്ട് വംശങ്ങൾ ഈ ഗർഭത്തിലുണ്ട്. ഒരു വംശം മറ്റേ വംശത്തേക്കാൾ ശക്തിപ്പെടും. രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. മൂത്തവൻ ഇളയവനെ സേവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇരട്ട പിള്ളകൾ വയറ്റിലുണ്ടെങ്കിൽ മൂത്തതിനെ നിശ്ചയിക്കുന്നത് എങ്ങനെയാ? ആദ്യം പ്രസവിക്കുന്നതാണ് മൂത്തത്, രണ്ടാമത് പ്രസവിക്കുന്നതാണ് ഇളയത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനി ഇസ്രായേലിൽ ഒരു പ്രമാണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആദ്യം ജനിക്കുന്നവന് ജ്യേഷ്ഠാവകാശമുണ്ട്. പ്രൈസ് ഗോഡ്. ആദ്യം ജനിക്കുന്നവന് ജ്യേഷ്ഠാവകാശമുണ്ട്. പ്രൈസ് ഗോഡ്. രണ്ടാമത് ജനിക്കുന്നവനേക്കാൾ ഇരട്ടി, ഡബിൾ പോർഷൻ മൂത്തവന് കിട്ടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിക്കുകയാണേ, ഈ അകത്ത് കിടന്നുകൊണ്ട് ഈ ഇരട്ടി പങ്കിന് വേണ്ടിയുള്ള ബഹളമാണ്. ഞാൻ ആദ്യം പുറത്തിറങ്ങിയാൽ എനിക്ക് ഇരട്ടി കിട്ടും. പ്രൈസ് ഗോഡ്. ഫൈറ്റിംഗ് നടക്കുകയാണ്. ആ ഫൈറ്റിംഗ് നടന്ന ഒടുവിൽ ഡെലിവറി നടന്നപ്പോൾ ആര് ആദ്യം ജനിച്ചു? വായിച്ച ഭാവം അതിന്റെ 26. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു. ആദ്യത്തേത്. പിന്നെ അതിനു മുമ്പ് അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു. ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു. എന്നിട്ട് മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവൻ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. പിടിച്ചിരുന്നു. എന്തോ മനസ്സിലായി?
പ്രൈസ് ഗോഡ്. രണ്ടും കൂടെ കിടന്ന് അകത്ത് കിടന്ന് ഭയങ്കര തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഭയങ്കര തിക്കും തിരക്കും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ എന്ത് ചെയ്തെന്നറിയാമോ? മത്സരിച്ച് മുമ്പിൽ ചാടി. പ്രൈസ് ഗോഡ്. മറ്റവൻ എന്ത് ചെയ്തു? അവൻ്റെ കാലെ പിടിച്ചു, വിടുകയില്ലാന്ന് പറഞ്ഞു. ഭയങ്കര ഫൈറ്റിംഗ്. ആ ഫൈറ്റിംഗ് എവിടെ ചെന്ന് അവസാനിച്ചു? മൂത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഏശാവ് വെളിച്ചാടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൂത്തവൻ വെളിയിൽ ചാടിയപ്പോൾ അവൻ ചുമന്നവൻ, അവൻ ഏദോം എന്ന് പേരിട്ടു, അല്ലെങ്കിൽ ഏശാവ് എന്ന് പേരിട്ടു. പ്രൈസ് ഗോഡ്. രണ്ടാമത്തവൻ യാക്കോബ് എന്ന് പേരിട്ടു. എന്താ യാക്കോബ് എന്ന് പേരിട്ടത്? പ്രൈസ് ഗോഡ്. യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം, പ്രൈസ് ഗോഡ്, സ്ഥാനമാനങ്ങൾ പിടിച്ചു പറ്റുന്നവൻ, കൈവശമാക്കുന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റവനെ, വേറൊരുത്തനെ മാറ്റിയിട്ട് തൻ്റെ സ്ഥാനം കൈവശമാക്കുന്നവൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. പ്രൈസ് ഗോഡ്. അപ്പോൾ അവന് യാക്കോബ് എന്ന് പേരിടാൻ കാരണം, മാനുഷികമായിട്ട് നോക്കിയാൽ, പ്രൈസ് ഗോഡ്, ആദ്യം പുറത്തു വരാൻ ശ്രമിച്ചതാരാണ്? യാക്കോബായിരിക്കും, അല്ലെങ്കിൽ അല്ലേ? പക്ഷേ ഏശാവ് പുറത്ത് വന്നപ്പോൾ ഇവൻ തോറ്റു, യാക്കോബ് തോറ്റു. പക്ഷേ യാക്കോബ് എന്ത് കിട്ടില്ല? എങ്ങനെയെങ്കിലും പിന്നെ ലാസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയതാണ് അവനെ പിടിച്ച് അകത്തോട്ട്. പുറത്തുപോയ ഏശാവിനെ പിടിച്ച് അകത്തിട്ടിട്ട് ഇവൻ മുമ്പിൽ ചാടാൻ ശ്രമിച്ചതാ, നടന്നില്ല, തോറ്റുപോയി. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, വീട്ടുകാരിട്ട പേര് യാക്കോബ്, ഉപായി, വലിയ കഴിവുള്ളവൻ, ശക്തൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ള പേരിട്ടു. പ്രൈസ് ഗോഡ്. പക്ഷെ ആക്ച്വലി ഇവൻ ആരാ? ഇവന് തോറ്റവനാണ്. പ്രൈസ് ഗോഡ്. ഇവൻ തോറ്റവനാണ്. ഇതാര് കണ്ടു? കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പേ നന്നായി അറിയാവുന്ന ദൈവം കണ്ടു. പ്രൈസ് ഗോഡ്. ഇനി ഒരു ഭാഗം വായിക്കുമ്പോൾ ഇവർ രണ്ടുപേരും വളർന്നു. ആ ഭാഗം വായിച്ച്. കുട്ടികൾ വളർന്നു. 27-ാം വാക്യം. കുട്ടികൾ വളർന്നു. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും. ഏശാവ് വേട്ടയിൽ സമർത്ഥൻ, വനസഞ്ചാരി. യാക്കോബ് സാധുശീലൻ, കൂടാരവാസി. പ്രൈസ് ഗോഡ്. ഏശാവ് വേട്ടയിൽ സമർത്ഥൻ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, വേട്ടയാടണമെങ്കിൽ നല്ല മൃഗങ്ങളുടെ പുറകെ ഓടണം. മാനിൻ്റെയും മറ്റ് മ്ലാവിൻ്റെയും പുറകെ ഓടാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പം നല്ല വേഗത്തിൽ, അതിവേഗത്തിൽ ഓടുന്ന സമർത്ഥനായ ഏശാവ്. പിന്നെ വനസഞ്ചാരി, ആരെയും പേടിയില്ല, ഡെയർ ഡെവിൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചുമ്മാതല്ല ഇവൻ ചാടിയോ എളിയോ വന്ന്. ആദ്യം ഇവൻ്റെ ടെക്സ്ചർ വേറെയാണ്, ഇവൻ്റെ ഫൈബർ വേറെയാണ്. ഗർഭത്തിൽ കിടക്കുമ്പോൾ മുതൽ ഇവൻ സ്മാർട്ടാണ്, ഇവൻ സമർത്ഥനാണ്, ഇവൻ സ്പീഡുള്ളവനാണ്, ഇവൻ ആരെയും തള്ളി നീക്കി പുറത്തു വരാൻ കഴിവുള്ളവനാണ്. പാവ യാക്കോബോ പുള്ളി പുറകിലായിപ്പോയി. പ്രൈസ് ഗോഡ്. ജനിച്ചു കഴിഞ്ഞ ശേഷം സ്വഭാവം പരിശോധിച്ചാൽ ശരിയല്ലേ? ഒരുത്തൻ വേട്ടയിൽ സമർത്ഥനായി, വനസഞ്ചാരിയായി, മറ്റേ പുള്ളി സാധുവായിട്ട് കൂടാരവാസിയായിട്ട് ഇരിക്കുക. ദൈവമക്കളെ, നമ്മൾ മനുഷ്യൻ കാണുന്ന യാക്കോബല്ല, ദൈവം കണ്ട യാക്കോബ്. മനുഷ്യൻ ഏശാവിനെ സമർത്ഥനെന്നും, മനുഷ്യൻ ഏശാവിനെ വേട്ടക്കാരനെന്നും, മനുഷ്യൻ അപ്പൻ്റെ ഇഷ്ടപുത്രനെന്ന് പറയുമ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അപ്പൻ ഇഷ്ടമില്ലെങ്കിലും, സാമർഥ്യമില്ലെങ്കിലും, സാധുശീലനാണെങ്കിലും, കൂടാരവാസിയാണെങ്കിലും അവനെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. ദൈവം പറഞ്ഞു, മൂത്തവൻ ഇളയവനെ സേവിക്കും. കാരണം അവൻ സാധുശീലനാണ്,
കൂടാരവാസിയാണ്. അവൻ സമർത്ഥനല്ല. മറ്റവൻ എത്ര സാമർഥ്യം കാണിച്ചാലും തൽക്കാലം പുറത്തും ആദ്യം വരാമെന്നേ ഉള്ളൂ. എന്നാൽ ഒറിജിനൽ ജ്യേഷ്ഠാവകാശം നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് യാക്കോബിന് കിട്ടും. പ്രൈസ് ഗോഡ്. രാത്രി നീ ക്ഷീണിച്ചു പോകല്ലേ, നീ തളർന്നു പോകല്ലേ. നിന്നെ ജയിക്കാൻ പലരും ഉണ്ടാകും. നിന്നെ മുൻപ് കിടക്കാൻ പലരും കാണും. നിന്നെ മറികടക്കാൻ പലരും കാണും. നിന്നെ പുറകിലാക്കാൻ പലരും കാണും. നിന്നെ തളർത്തിയിടാൻ പലരും കാണും. നിന്നെ കൂടാരത്തിനകത്ത് തളച്ചിടാൻ പലരും കാണും. സമർത്ഥരായിട്ട് പലരും കാണും. വേട്ടക്കാർ പലരും കാണും. അല്ലെങ്കിൽ വനസഞ്ചാരികൾ പലരും കാണും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ശ്രേഷ്ഠാവകാശം നിനക്കാണ്, ജ്യേഷ്ഠാവകാശം നിനക്കാണ്. അനുഗ്രഹം വരാൻ പോകുന്നത് നിനക്കാണ്. രാത്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂടാരവാസിയും സാധുശീലനുമായിരിക്കുന്ന യാക്കോബ് തുടർന്നുള്ള ഓരോ കാര്യം നോക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുട്ടികൾ വളർന്നു, ഏശാവ് സമർത്ഥനായി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 27-ാം അധ്യായം വായിച്ച് ഒന്നോട്ട്. ഇസ്ഹാക്ക് വൃദ്ധനായി. ഇസ്ഹാക്ക് വൃദ്ധനായി. അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. എന്താ വിളിക്കാൻ കാരണം എന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 25-ാം അധ്യായം 28-ാം വാക്യം. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നതുകൊണ്ട്, ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവനെ സ്നേഹിച്ചു. ഇസ്ഹാക്ക് അവനെ സ്നേഹിച്ചു. അടുത്തത് റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏശാവ് അല്ല, ഇസ്ഹാക്ക് ഏശാവിനെ സ്നേഹിച്ചതിന്റെ കാരണം എന്നാ? വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ചില വീട്ടിൽ ഇന്നും അപ്പന്മാർക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ ചില വില്ലന്മാർ മക്കളുണ്ട്. പ്രൈസ് ഗോഡ്. അവരെന്ത് അറിയാമോ? അപ്പൻ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കടച്ചക്ക കൊണ്ടുവന്ന് കൊടുക്കും. വേറെ ദിവസം വരിക്കച്ചക്ക കൊണ്ടുവന്ന് കൊടുക്കും. വേറൊരു ദിവസം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബീഫ് കൊണ്ടുവന്ന് കൊടുക്കും. വേറൊരു ദിവസം ഏത്തപ്പഴം കൊണ്ടുവന്ന് കൊടുക്കും. ഇതൊക്കെ തിന്ന് കഴിയുമ്പോൾ അപ്പന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഇവനോട് ഭയങ്കര സ്നേഹമാണ്. എന്നാൽ ഇളയവൻ വരുമ്പോൾ 5000 രൂപ കൊടുത്തിട്ട് പോകും. 10 കടച്ചക്കയല്ല, 100 കടച്ചക്ക കാശുണ്ട്. എന്നാലും അത് ഓർക്കുകയില്ല. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ തിരുത മേടിച്ചുകൊണ്ട് വരും, മീൻ. അപ്പന് ഇഷ്ടമായതുകൊണ്ട് എന്താ പറയുന്നറിയാമോ? ഓ, എൻ്റെ ഇഷ്ടം നോക്കാൻ താറാവിനെയും കൊണ്ട് വരും. എൻ്റെ ഇഷ്ടം, താറാവിന് തന്നെ 100 കൊടുത്താൽ താറാവിനെ കിട്ടും. പ്രൈസ് ഗോഡ്. ഇവിടെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു. എന്നാൽ റെബേക്കയോ, വായിച്ചെടുത്തത്, റെബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. വല്ല കാരണമുണ്ടോ? വല്ല കാരണമുണ്ടോ? രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ചുറ്റുവട്ടത്ത് നോക്കുന്നവർ കാര്യം കണ്ട് എന്തെങ്കിലും കിട്ടിയിട്ട് സ്നേഹിക്കുന്നവരുണ്ട്, ഒന്നും കിട്ടിയില്ലെങ്കിലും സ്നേഹിക്കുന്നവരുണ്ട്. മനസ്സിലാക്കിയ ഒരു സ്തോത്രം പറയാമോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നത് ഒന്നും കിട്ടിയിട്ടല്ല, ഒന്നും കിട്ടാനല്ല. നിന്നെ അറിഞ്ഞ് നീ എങ്ങനെയായിരിക്കുന്നുവെന്നും എന്തായിരിക്കുന്നുവെന്നും നിന്റെ ചിന്തകൾ പോലും അറിഞ്ഞിട്ട് നിന്നെ വിലയേറിയവനും മാന്യനുമെന്ന് പറഞ്ഞ് നിന്നെ സ്നേഹിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. വീട്ടിൽ ജനിച്ചു വളർന്ന സമയത്ത് രണ്ടുപേരും വളർന്നു. വേട്ടയിൽ സമർത്ഥനായിട്ട് ഏശാവ് വരുമ്പോൾ രണ്ടുപേരും യൗവന പ്രായത്തിലുള്ളവരാണ്. പക്ഷേ അപ്പൻ ഒരാളെ ഇഷ്ടമല്ല. കാരണം അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ ഇഷ്ടമാണ്. രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ ഒന്നിനോട് എന്ത് കാരണം കൊണ്ടായാലും വേണ്ടുകയില്ല, ഇഷ്ടം കൂടുതൽ കാണിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. ഒന്നിനോട് മാത്രം ഇഷ്ടം കാണിച്ചിട്ട് ഒരപ്പനും തിരിച്ച് വേണ്ട കാലത്ത് മക്കളുടെ സ്നേഹം കിട്ടത്തുമില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ വായിക്കുമ്പോൾ വേട്ടയിറച്ചിൽ രുചി പഠിച്ച് ഏശാവിനെ സ്നേഹിക്കാൻ അപ്പനുണ്ടായിരുന്നു. എന്നാൽ ദൈവം എന്തെന്നറിയാമോ? ഒന്നും കൊണ്ടുവരാനില്ലെങ്കിലും സാധുശീലൻ കൂടാരവാസി, അവന് കൂടാരത്തിൽ ഇങ്ങോട്ടെടുത്ത് അടിക്കാനല്ലാതെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നുമില്ല. കറി വയ്ക്കാനൊന്നും കൊണ്ടുവരാനില്ല, കഞ്ഞി വയ്ക്കാനൊന്നും കൊണ്ടുവരാനില്ല.
കാപ്പിക്കൊന്നും കൊണ്ടുവരാനില്ല, ഒരു ബിസ്ക്കറ്റ് പോലും വീട്ടിൽ കൊണ്ടുവരാൻ കഴിവില്ല. ഇവൻ വീട്ടിൽ നിന്ന് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. മറ്റവനതല്ല, അവൻ വില്ലും പൂണിയുമായി പുറത്ത് ചെന്ന് വേട്ടമൃഗത്തെ കൊണ്ടുവന്ന് അവൻ വീട്ടിലെല്ലാവരെയും തീറ്റിക്കുക. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ ഒരു കഴിവുമില്ലെങ്കിലും നീ സാധുശീലനാണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. കൂടാരവാസിയാണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശമ്പളം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വരുമാനം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഴിവറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സ്വഭാവം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ അറിയുന്നുവെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബിനോട് അപ്പന് സ്നേഹമില്ലെങ്കിലും ദൈവം അവനെ മുന്നമേ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ മൂത്തവൻ ഇളയവനെ സേവിക്കും. 2 വംശങ്ങൾ പുറപ്പെടും. ഒരു വംശം മറ്റേ വംശത്തെക്കാൾ ശക്തിപ്പെടും. ആരാ ശക്തിപ്പെടുന്നത്? സേവിക്കുന്നവനാണോ? സേവ അനുഭവിക്കുന്നവനാണോ? സേവ അനുഭവിക്കുന്നവൻ. അപ്പോൾ യേശാവിനെ സ്നേഹിക്കാൻ അപ്പനുണ്ട്, എന്നാൽ അമ്മയെ യാക്കോബിനെ, കൂടാരവാസിയെ, ആ പ്രൈസ് കോഡ് ഹല്ലേലൂയ, സാധുശീലനെ സ്നേഹിപ്പാൻ അമ്മ, ആ ദൈവം ആ കൂടാരത്തിൽ അമ്മയെ ഒരുക്കി. രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നെ സ്നേഹിക്കുന്ന ഒരു റെബേക്കയെ ഒരുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യ്. ഇനി വേട്ടയിറച്ചി നീ കൊണ്ടുവരണ്ട. നീ വേട്ടയിറച്ചിയിൽ വേട്ടയാടാൻ സമർത്ഥനാവണ്ട. ഇഷ്ടഭോജനം ഉണ്ടാക്കാൻ സമർത്ഥനാകണ്ട. നിനക്ക് വേണ്ടി ഉണ്ടാക്കാൻ ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ട്. ഒരു റെബേക്കയെ ദൈവം കണ്ടിട്ടുണ്ട്. നീ കഴിവില്ലാത്തവനാണെന്ന് വിചാരിക്കല്ലേ. നിന്റെ തലമുറ കഴിവില്ലാത്തതാണെന്ന് വിചാരിക്കല്ലേ. കഴിവ് കെട്ടതാണെന്ന് വിചാരിക്കല്ലേ. ബുദ്ധിയില്ലെന്ന് വിചാരിക്കല്ലേ. അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഒരു റിബേക്കയെ ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കാനും സഹായിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റെബേക്ക എഴുന്നേൽക്കും. റെബേക്ക എന്നാ പറഞ്ഞു? താഴോട്ട് വായിച്ചിട്ട് താഴോട്ട്. അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഒരിക്കൽ ഇഷ്ടകരമായി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇസ്ഹാക്ക് തന്റെ മനസ്സിൽ അഞ്ചാം വാക്യം ഇസ്ഹാക്ക് തന്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ റെബേക്ക കേട്ടു. ഇസ്ഹാക്ക് തന്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ റെബേക്ക കേട്ടു. എന്താ പറഞ്ഞെന്നറിയാമോ? പ്രൈസിലോട് കല്ല്. നീ ഇപ്പോൾ, 3-ാം വാക്യം, നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് യേശാവിനെ അനുഗ്രഹിക്കാനുള്ള പദ്ധതി എല്ലാം ഒരുങ്ങി. ഇസ്ഹാക്ക് കൃത്യമായി പറഞ്ഞു, നീ പോയി നിന്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ചെന്ന് വേട്ട തേടിക്കൊണ്ടുവന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എനിക്ക് ഇഷ്ടമുള്ള ഭോജനം ഉണ്ടാക്കി കൊണ്ടുവരിക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യാക്കോബിന് പൂണിയുമില്ല, വെല്ലുമില്ല, ആയുധവുമില്ല, വള്ളിനീക്കലോട് നടക്കുക, സാധുശീലൻ, കൂടാരവാസി. പക്ഷേ അവന് കഴിവില്ലെന്നും ഒന്നുമില്ലെന്നും മനസ്സിലാക്കിയ ദൈവം ഈ പറഞ്ഞത് ആരെ കേൾപ്പിച്ചു? യാക്കോബിനെ സ്നേഹിക്കുന്ന ആളെ കേൾപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം, നിന്നെ തകർക്കാൻ നോക്കുന്നവൻ്റെ സംസാരങ്ങൾ, ഭാഷകൾ, അവൻ്റെ പ്ലാനുകൾ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനെ കേൾപ്പിച്ച് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ഇന്ന് രാത്രി നീ അറിയാതെ നിനക്ക് വേണ്ടി ദൈവം പരിപാലനങ്ങളും വഴികളും ഒരുക്കിക്കൊണ്ടിരിക്കും. യാക്കോബേ, നീ അറിയുന്നില്ല, നിന്റെ മാതാവ് ഈ വിഷയം കേട്ടത് നീ അറിയുന്നില്ല. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം നഷ്ടപ്പെടുവാൻ ദൈവം സമ്മതിക്കാത്തവനായതുകൊണ്ട് അനുഗ്രഹം നിന്റെ തലയിൽ തന്നെ വരണം. നീയാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ദൈവവേദന, നീയാണ് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവം സെറ്റ് ചെയ്യുക. വായിച്ചേ. ഇസ്ഹാക്ക് തന്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ റെബേക്ക കേട്ടു. യേശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. യേശാവ് പോയി, കാട്ടിലോട്ട് പോയി, എല്ലാ ആയുധം എടുത്തോണ്ട് പോയി. അപ്പോ റെബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ യേശാവിനോട് സംസാരിച്ചു,
ഞാൻ എൻ്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് ആകയാൽ മകനെ നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രോഗ്രസ് തടയാൻ, നിന്റെ അനുഗ്രഹം തടയാൻ, നിന്റെ വളർച്ച തടയാൻ, നീ രക്ഷപ്പെടാതിരിക്കാൻ ആരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിന്നാലും ദൈവം വേറൊരു പ്ലാൻ, വേറൊരു വ്യക്തിയിൽ കൂടെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണെന്ന് അവനെ യാക്കോബിന് വേണ്ടി ദൈവം ഒരുക്കിയപ്പോൾ മനസ്സിലാക്കി. സ്തോത്രം. വേണ്ടി വേറൊരു പ്ലാൻ. ആമേൻ. ലോകം നിന്റെ പ്ലാൻ പരാജയപ്പെടുത്തുമ്പോൾ, മനുഷ്യൻ നിന്റെ പ്ലാൻ പരാജയപ്പെടുത്തുമ്പോൾ, മനുഷ്യൻ നിന്റെ അനുഗ്രഹം തടയാൻ നോക്കുമ്പോൾ, നീ പാവമാണെന്ന് പറഞ്ഞ്, കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ്, സാധുശീലനാണെന്ന് പറഞ്ഞ്, കൂടാരവാസിയാണെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് പുറകോട്ട് വലിച്ച്, ആമേൻ ഹല്ലേലൂയ, മറ്റവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. യെസ്, യു ആർ ഗോയിങ് ടു എസ്കേപ്പ്. ഇന്ന് രാത്രി നീയാണ് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നീയാണ് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ പോകുന്നത്. കാരണം ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൽ നടന്നൊരു സംഭവം ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? യുദ്ധസമയത്ത് പ്രൈസ് ഗോഡ്, ജപ്പാനിലല്ല, മലേഷ്യയിലെ പ്രൈസ് ഗോഡ്, ജാപ്പാനീസ് പട്ടാളം ഒരു ഇംഗ്ലീഷുകാരനെ ലൊക്കേറ്റ് ചെയ്തു, കാട്ടിൽ വെച്ച് ലൊക്കേറ്റ് ചെയ്തിട്ട് അവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഇവർ ഓടിച്ചിട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവന് പെട്ടെന്ന് അവിടെ തൊട്ടടുത്തൊരു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ഗുഹയിൽ കയറി. ആ ഗുഹയിൽ കയറി അകത്തിരുന്നു. ഇവരെ അങ്ങോട്ട് പോയെന്ന് ഇവനറിയാതെ പല സ്ഥലത്തും ഇങ്ങനെ നോക്കി വരിക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവർ നോക്കി വന്ന് അവസാനം പറഞ്ഞു, ഇതിനകത്ത് അവൻ ഉണ്ടാവുമെന്ന് ചോദിച്ചു ഗുഹയുടെ അടുത്ത്. ആ സമയത്ത് ഇവർ ഈ അന്വേഷിച്ച് നടക്കുന്ന സമയം കൊണ്ട് ഒരു ചെലന്തി ആ ഗുഹയുടെ ഫ്രണ്ടിൽ വല കെട്ടി. ചെലന്തിക്ക് വല കെട്ടാൻ ഒരു 10 മിനിറ്റ് മതി. ചെലന്തി വല കെട്ടി. ഉടനെ പട്ടാളത്തിൻ്റെ കൂടെ ഉണ്ടായവൻ പറഞ്ഞു, ഇതിനകത്ത് ആൾ കയറിയിട്ട് 6 മാസങ്ങളായി കാണും, ചെലന്തി വല കണ്ടില്ലേ? ഉടനെ അവർ തിരിച്ചു പോയി. ഇവനകത്ത് നിന്ന് ശ്രദ്ധിക്കുകയാണ് ഇവർ വന്നതും പോയതും. അവർ പോയി കഴിഞ്ഞപ്പോൾ അവനോട് ദൈവത്തിൻ്റെ ആത്മാവ് മന്ന സ്വരത്തിൽ പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് അനുകൂലമായാൽ, പ്രൈസ് ഗോഡ്, ചെലന്തി വല പോലും ഇരുമ്പ് വലയ്ക്ക് ശക്തിയേക്കാൾ ശക്തമാണ്. എന്നിട്ട് പറഞ്ഞു, അനുകൂലമല്ലെങ്കിൽ ഇരുമ്പ് വലയായാലും അത് ചെലന്തി വലയ്ക്ക് സമമാണ്. നിനക്കതുകൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഇന്ന് രാത്രി ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, ദൈവം എന്നെ സഹായിക്കുന്നുണ്ടെന്ന്, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് മനസാ വാച കർമ്മണ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? ദൈവം നിനക്ക് അനുകൂലമാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ദൈവത്തിൻ്റെ സ്തോത്രം, ഈ ഏലൂർ FACT സ്കൂളിൽ ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, +2 അഡ്മിഷൻ 30 സീറ്റേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 30 സീറ്റേ ഉള്ളൂ. ഈ 30 സീറ്റിൽ ആമേൻ ഞങ്ങളുടെ ചർച്ചിൽ വരുന്നൊരു ചെറിയ എൻ്റെ മകൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ശാലോമിന് ക്ലാസ്സിലെ റാങ്ക് 32. പ്രൈസ് ഗോഡ്. അപ്പോൾ അവന് ഈ 30 സീറ്റേ അവിടെ ഉള്ളൂ, കിട്ടില്ല എന്ന് ഉറപ്പായി. അവൻ പപ്പയോട് ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ട് എന്നാ പ്രയോജനം ഉണ്ടായി? എന്തോ പ്രയോജനം ഉണ്ടായി? എന്നെ 32ാം റാങ്കിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ചെറിയാൻ പറഞ്ഞു, നീ ഇനിയും പ്രാർത്ഥിയില്ലേ, പ്രയോജനം ഉണ്ടാവും, പ്രാർത്ഥിയില്ലേ.
അവൻ മനസ്സിലാമനസോടെ പിന്നെയും പ്രാർത്ഥിച്ചു. അപ്പനും മക്കളും എല്ലാം കൂടെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ബോർഡ് കൂടി ഒരു തീരുമാനമെടുത്തു. സാധാരണഗതിയിൽ 30 സീറ്റിനെ 35 ആക്കാം, 40 ആക്കാം. പക്ഷേ 32 സീറ്റാക്കി. ഇവൻ കയറി. ഇന്ന് ശാലോം കാനഡയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഉയർന്ന ശമ്പളത്തിൽ ജോലി ആണ്. നിനക്കൊരു സീറ്റ് തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് വിചാരിച്ചാൽ നിസ്സാരമാണ്. 32 32, 33 33. നിന്റെ റാങ്ക് എന്താന്ന് വെച്ചാൽ ആ റാങ്ക് അനുസരിച്ച് അവൻ ഓർഡർ ഇട്ടാൽ നീ അകത്ത് കയറിയിരിക്കും. നിന്നെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു പോരാടുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എന്നെ ഉയർത്തുമെന്ന് യേശുവിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ലെന്ന് അവൻ എൻ്റെ സഹായത്തിനായി മഹിമയോടെ ആകാശത്തൂടെ മേഘാരൂഢനായി എഴുന്നള്ളുന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് ഒരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? ചുമ്മാ പറയല്ല, ഇതൊക്കെ ജീവിക്കുന്ന സാക്ഷികളാണ്. നീ സാധുവാണെന്ന് വിചാരിക്കല്ലേ, കൂടാരവാസിയാണെന്ന് വിചാരിക്കല്ലേ, കഴിവില്ലെന്ന് വിചാരിക്കല്ലേ, എന്നെ ആരും സഹായിക്കാനില്ലെന്ന് വിചാരിക്കല്ലേ. ഒരു റെബേക്ക നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി വീട്ടിൽ വരുമ്പോൾ പ്രൈസ് ഗോഡ്, ഈ വിദേശത്ത് ഞങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ നിന്നും അപ്പൻ്റെ കുടുംബത്തിൽ നിന്നും ഒരൊറ്റ മനുഷ്യനില്ല, ഇന്നുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവം അനുകൂലമായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം 30 വയസ്സിന് മുമ്പ് ലോകം മുഴുവൻ അനേക രാജ്യങ്ങളിൽ പോകാൻ വഴി ദൈവം തുറന്നു. നിന്നെ സഹായിക്കാൻ ദൈവം തീരുമാനിച്ച ആര് തടുത്താലും ദൈവം അനുകൂലമാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാനഡയിലേക്ക് പോകുമ്പോൾ പ്രൈസ് ഗോഡ്, എൻ്റെ നേരെ ബോസ് പറഞ്ഞു, പുള്ളി വിടണ്ട, വേറെ ആളെ വിടാം. പക്ഷേ എനിക്ക് വേണ്ടി ഒരു അഡ്മിറലിനെ എഴുന്നേൽപ്പിച്ചു. അഡ്മിറൽ പറഞ്ഞു, ഇതിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ബേബി പോകും. ഇന്ന് രാത്രി നിന്റെ പേര് ഓർത്ത് വിളിച്ചു പറയത്തക്കവണ്ണം ആളുകളെ ഒരുക്കുന്ന ദൈവമാണ് ഒരു റെബേക്കയെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു റെബേക്കയെ യാക്കോബിന്റെ സഹായത്തിനായി ഒരുക്കിയിട്ടുള്ള ദൈവമത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി പറയാം, യാക്കോബിന്റെ ദൈവം എൻ്റെ ദൈവം. ഇനി താഴോട്ട് വായിക്കാം, അത് മുഴുവൻ പിന്നെ പറയാം. ഒന്ന് പറഞ്ഞ് വായിച്ചേ. ആകയാൽ മകനെ, നീ എൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും. അവയെ കൊണ്ട് അപ്പന് ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കും. ഞാൻ പറയട്ടെ, അപ്പന് ഇഷ്ടമുള്ളത് ഏറ്റവും ടേസ്റ്റ് അറിയാവുന്ന ആരാ? ഭാര്യ പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരാം, നീ ഒന്നും പേടിക്കും, ഞാൻ ഉണ്ടാക്കി തരാം. അടുത്തത്, നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിന് മുമ്പേ നിന്നെ നിന്റെ അപ്പൻ നിന്ന് തന്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്. യാക്കോബേ, നിന്നെ സ്നേഹിക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പ്ലാൻ പരാജയപ്പെടത്തില്ല. മറ്റവന്റെ പ്ലാൻ പൊളിച്ചുകൊണ്ട് നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നവന്റെ പ്ലാനിലേക്ക് നിന്നെ വഴി നടത്തും. വായിച്ചേ. നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അതിന് യാക്കോബ് എന്റെ അമ്മയായ റബേക്കയോട്, എന്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നു. പുള്ളി പറഞ്ഞത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. എനിക്ക് രോമമില്ല, അവന് മുഴുവൻ രോമമാണ്. അതുകൊണ്ട് പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും. എന്നെ അപ്പൻ തപ്പി നോക്കും. ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ അപ്പൻ എന്നെ തിരിച്ചറിയും. എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം വരുത്തും. അതുകൊണ്ട് എന്റെ അമ്മയെ ഞാനില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ല, ഞാനില്ല. പക്ഷെ എന്താ അമ്മ പറഞ്ഞത്? അവന്റെ അമ്മ അവനോട്, മകനെ, നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ. നിനക്ക് വേണ്ടി പറയാൻ ഒരാളുണ്ടാകുമോ? നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യാക്കോബിന് വേണ്ടി റെബേക്ക എഴുന്നേൽപ്പിച്ചതുപോലെ നിനക്ക് വേണ്ടി ഒരുത്തനെ എഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അനുകൂലമാണെങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിന്റെ ഒരു എഫർട്ടുമില്ലാതെ, അല്ലേ, യാക്കോബിന്റെ ഒരു എഫർട്ടുമില്ല. യാക്കോബിന്റെ എഫർട്ടിനെ അറിയത്തില്ലെന്ന്. മുട്ട പൊരിക്കാൻ പോലും പുള്ളിക്ക് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. പുള്ളി പായസമൊക്കെ ഉണ്ടാക്കി ശർക്കര ഇതെല്ലാം കൂടെ കലക്കി ഊറ്റി കാണും. പ്രൈസ് ഗോഡ്. പക്ഷേ അമ്മ യാക്കോബിനോട് പറഞ്ഞു, ശാപം എൻ്റെ മേൽ വരട്ടെ. ഞാൻ പറഞ്ഞു, നീ കേക്ക്. അടുത്തത്, എന്റെ വാക്ക് മാത്രം കേൾക്കാൻ പോയി കൊണ്ടുവാ എന്ന് പറഞ്ഞു. അവൻ ചെന്ന് പിടിച്ച് അടുക്കൽ കൊണ്ടുവന്നു.
അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി. പിന്നെ റെബേക്ക വീട്ടിൽ തന്റെ പക്കൽ ഉള്ളതായ മൂത്ത മകൻ ഏശാവിന്റെ വിശേഷ വസ്ത്രമെടുത്തു, ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ഇതിന്റെ കാരണം എന്താണെന്നറിയാം, ഈ വിശേഷ വസ്ത്രമൊക്കെ യാക്കോബിനെ ധരിപ്പിക്കുമ്പം അമ്മയ്ക്ക് നല്ല പോലെ അറിയാവുന്നൊരു കാര്യമുണ്ട്. 1-ാം വാക്യം അധ്യായത്തിന്റെ. ഇസഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ. അപ്പന് കാഴ്ച പോയി. പ്രൈസ് ഗോഡ്. ഇത് ആർക്കറിയാം? റിബേക്കയ്ക്ക് അറിയാം. റിബേക്ക പറഞ്ഞു ഞാൻ വഴി ഉണ്ടാക്കാം. പ്രൈസ് ഗോഡ്. യാക്കോബിന്റെ വസ്ത്രം എടുത്ത് അങ്ങോട്ട് ധരിപ്പിച്ചു. എന്നിട്ട് അത് ഗുണമുണ്ടായെന്ന് പിന്നെ കാണാം. എന്നിട്ട് അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവന്റെ കൈകളും കയ്യിലൊക്കെ നല്ല അങ്ങ് രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു. നിങ്ങൾ ഈ പലചരക്കിടയിൽ പച്ചക്കറി പൊതിയുന്ന പോലെ അല്ല പൊതിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കും. പ്രൈസ് ഗോഡ്. യാക്കോബിന് തൊട്ട് നോക്കാൻ സാധ്യതയുണ്ട്. എന്തറിയാമോ, അതങ്ങോട്ട് നല്ല ഈ അപ്പോൾസുകാർ തയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? കാറിൻ്റെയൊക്കെ സീറ്റ് തയ്ച്ച് വെച്ചിട്ടില്ലേ? എന്തോ ഒരു ഭംഗിയായിട്ട് തയ്ക്കുന്നറിയാമോ? ഞാൻ വിചാരിക്കുന്നു റിബേക്ക ഭയങ്കര തയ്യക്കാരിയായിരുന്നു. പുള്ളിക്കാരി 5 മിനിറ്റ് കൊണ്ട് ഇവൻ്റെ കയ്യിലും 2 കയ്യിലും കഴുത്തേലും ഈ ആടിൻ്റെ തോലങ്ങോട്ട് എന്നിട്ട് അങ്ങ് തയ്ച്ചു. പ്രൈസ് ഗോഡ്. സ്റ്റിച്ചിങ് പാട് കാണത്തില്ല, തൊട്ട് നോക്കിയാൽ അറ്റം കാണത്തില്ല, മുഴുവൻ രോമം. വായിച്ചോ. താൻ ഉണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തൻ്റെ മകനായ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു. അവൻ അപ്പന്റെ അടുക്കൽ ചെന്നു. അപ്പ എന്ന് പറഞ്ഞതിന് ഞാനിതാ നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു. നീ ആർ മകനെ എന്ന് ചോദിച്ചു. കാരണം എന്താ പറയാം, അപ്പാ എന്ന് വിളിക്കുമ്പോ ആരുടെ ഒച്ചയല്ല. കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. വായിച്ചേ. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റിരുന്ന്. എനിക്ക് തോന്നുന്നു അമ്മ എത്ര റിഹേഴ്സൽ എടുപ്പിച്ചു കാണുമെന്ന് എനിക്കറിയാൻ വയ്യ. നീ അപ്പം വിളിക്കും, അപ്പം നീ ഇനെ എന്ത് ചെയ്യണം, യാക്കോബിൻ്റെ മിമിക്രിയൊക്കെ പഠിപ്പിച്ചു കാണും. പക്ഷെ അവിടെ അപ്പനെ കണ്ടപ്പോൾ പുള്ളി മിമിക്രിയും പോയി, എല്ലാം പോയി. വായിച്ചേ. എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസഹാക്ക് തൻ്റെ മകനോട്, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചു. ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിനും കൊടുത്ത മറുപടി ആണെന്നറിയാമോ? നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു. സത്യമല്ലേ? ഈ പുള്ളി കൂടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഒരു മൃഗത്തിനെ പുറകെ ഓടിയിട്ടില്ല, ഒരായുധവും പുള്ളിയുടെ കയ്യിലില്ല. പക്ഷെ അവന് വേണ്ടി റെബേക്ക എഴുന്നേറ്റപ്പോൾ വരുത്തി തന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലത് വരുത്തി തരുന്നൊരു ദൈവമുണ്ട്. നീ ഒരു എഫർട്ടും എടുക്കണ്ട, ഒരു പണിയും ചെയ്യണ്ട. നീ ദൈവത്തെ സേവിച്ച് നിന്റെ അനുഗ്രഹം തരുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി. എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. നീ അനുഗ്രഹം പ്രാപിക്കും. നീ അനുഗ്രഹം പ്രാപിക്കും. ആര് വിചാരിച്ചാലും നിന്റെ അനുഗ്രഹത്തെ തടുത്തു നിർത്തുവാൻ സാധ്യമല്ല. ഇതിനകത്ത് ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു പറയാം, എൻ്റെ മൂത്ത മകൻ LNTയിൽ ജോലി ചെയ്യുമ്പോൾ, മൈസൂർ ജോലി ചെയ്യുമ്പോൾ, അവനെ അമേരിക്കയ്ക്ക് വിടാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു, ടോപ്പ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. പക്ഷെ അവൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് അവനെ വിടാതിരിക്കാൻ വേണ്ടി അതിനകത്ത് എഴുതി വെച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടിയാലേ ഇവനെ റിലീസ് ചെയ്യത്തുള്ളൂ. ആ ഫയൽ അയച്ചിട്ടാണ് വെറുതെ ഇരുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് വരാതെ ഇവൻ പിന്നെ പോകാൻ പറ്റത്തില്ല. ഇവൻ യാത്ര ചെയ്യുന്നതിൻ്റെ വിസ എല്ലാം ടിക്കറ്റും വന്നു. യാത്ര ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നില്ല. ബോസ് പറഞ്ഞു, നിന്നെ റിലീസ് ചെയ്യത്തില്ല, അത് തിരിച്ച് കുളമാക്കുകയാണ്, നീ അഡ്ജസ്റ്റ് ചെയ്യേ. പ്രൈസ് ഗോഡ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വരാത്തത് കൊണ്ട് നിന്നെ നാളെ റിലീസ് ചെയ്യത്തില്ല, നീ അമേരിക്ക പോകത്തില്ല. ദൈവമക്കളെ, എൻ്റെ നിൻ്റെ മക്കളോട് കളിച്ചാലുണ്ടല്ലോ ദൈവം കളി പഠിപ്പിക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വചനം പറയുമ്പോൾ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും കണ്ടിട്ടില്ല എന്ന് വചനമുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്. സംഭവിച്ചു ഞാൻ പറയാം. ഈ പോകേണ്ട ദിവസം 10:30 ഫ്ലൈറ്റിനാണ് അവന് പോകേണ്ടത്. തലേ ദിവസം റിലീവ് ചെയ്തില്ല. ബോംബെയിൽ നിന്ന് ഇവൻ്റെ വൈസ് പ്രസിഡന്റ് ഫ്ലൈ ചെയ്ത് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ വന്നിട്ട് ഇവൻ്റെ ബോസിനോട് ചോദിച്ചു, അവനെ റിലീസ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് റിലീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും വേണ്ട, അവൻ ചെയ്യുന്ന പണി എന്താണെന്ന് താൻ ബോസല്ലേ, അതെനിക്കറിയാമല്ലോ,
അതുകൊണ്ട് ഇത് ആരോടും പറഞ്ഞു കൊടുക്കണ്ട, ഇനി വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് താൻ പഠിപ്പിച്ചാൽ മതി, അവനിന്ന് പോരുക എന്ന് പറഞ്ഞു. വൈസ് പ്രസിഡൻ്റെ കാറെ കയറ്റി ബാംഗ്ലൂർ എയർപോർട്ടിൽ കൊണ്ടുപോയി കയറ്റി വിട്ടിച്ച് ടാറ്റായും പറഞ്ഞ് വൈസ് പ്രസിഡന്റ് പോയി. അവൻ ഇന്ന് അമേരിക്കയിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, അത് തടുക്കാൻ, അത് നശിപ്പിക്കാൻ, അത് ഇല്ലായ്മയാക്കാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ലെന്നേ. വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. നിന്റെ തലമുറകളുടെ നന്മ, നിന്റെ കുടുംബത്തിൻ്റെ നന്മ, നിന്റെ ബിസിനസ്സിൻ്റെ നന്മ, നിന്റെ ജോലിയുടെ നന്മ, ഏത് നന്മയും ആയിക്കൊള്ളട്ടെ, അതിനെ തടുത്തു നിർത്താൻ സമ്മതിക്കത്തില്ല നിന്റെ ദൈവം. യെശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരു ദൈവം ഇല്ല. പ്രൈസ് ഗോഡ്. ഇതായിട്ട് വായിച്ചേ. ഇസഹാക്ക് യാക്കോബിനോട്, മകനെ അടുത്തു വരിക, നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. പാളിയില്ലേ? സംഗതി എന്തായി? പണ്ടേ പറഞ്ഞത് അതിനെ തപ്പി നോക്കും, കണ്ടുപിടിക്കും, ശപിക്കും. പ്രൈസ്. അമ്മ കാണിച്ചാണ്, ചെല്ലടാ 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 എന്ന് കൈകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ കാണിച്ചാണ്. യാക്കോബ് ഇതും പിടിച്ചിങ്ങനെ പോണോ വേണ്ടോ, പോണോ വേണ്ടോ, ഇങ്ങനെ നിൽക്കുക. അമ്മ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ചെല്ലടാ. ലാസ്റ്റ് തള്ളി വിട്ട് കാണും. പ്രൈസ് ഗോഡ്. യാശാവിൻ്റെ അടുക്കലേക്ക് യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിനോട് അടുത്തു ചെന്നു. അവനെ തപ്പി നോക്കി. അവൻ തപ്പി നോക്കി. ഇത് ആർക്കറിയാമായിരുന്നു? റെബേക്കയ്ക്ക് നേരത്തെ അറിയാമെന്ന്. ചുമ്മാതല്ല നേരത്തെ പൊതിഞ്ഞു വിട്ടത്. നിന്നെ പൊതിയൊണ്ടിടത്ത് പൊതിഞ്ഞേ ദൈവം വിടത്തുള്ളൂ. ആര് എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് നേരത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. നീ ചിന്തിക്കുന്നതിന് മുമ്പ് നിന്റെ ഭാവി എന്താകുമെന്ന്, ആര് നിന്നോട് എന്ത് ചെയ്യുമെന്ന്, നിന്റെ മക്കളോട് എന്ത് ചെയ്യുമെന്ന്, ലോകം എന്ത് ചെയ്യുമെന്ന്, ഹാമാൻ എന്ത് ചെയ്യുമെന്ന്, മൊർദെഖായിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, യഹോവയായ ദൈവമേ, നീ പ്രവർത്തിച്ചതും നീ സംഗ്രഹിച്ചതും നീ പ്രവർത്തിച്ചതുമായ നന്മ വെളിയിൽ വരട്ടെ, വെളിയിൽ വരട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് രാത്രി ആമേൻ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നന്മകൾ വെളിക്ക് വരട്ടെ. പേടിച്ച് യാക്കോബ് ഇസഹാക്കിന്റെ അടുക്കൽ ചെന്ന് കാണും. തപ്പി നോക്കി. എന്നിട്ട് ശബ്ദം യാക്കോബിന്റെ ശബ്ദം. പുള്ളി പറയും, ശബ്ദം യാക്കോബിന്റെ. കൈകൾ ഏശാവിന്റെ കൈകൾ. കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ. ഞാനധികം തയ്യക്കാർക്ക് അവാർഡ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് കൊടുക്കണം. അത്ര കറക്റ്റ് തയ്യലായിരുന്നു. എന്നിട്ട് അവന്റെ കൈകൾ സഹോദരനായ ഏശാവിന്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. രാത്രി ഞാൻ പറയട്ടെ, ഇത് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതൊന്നും അല്ല. റിബേക്കയുടെ പൊതിച്ചിലിൻ്റെ ഗുണമൊന്നുമല്ല. മറയ്ക്കേണ്ടത് മറയ്ക്കാൻ, കണ്ണ് മറയ്ക്കേണ്ടത് കണ്ണ് മറയ്ക്കാൻ, ചെവി മറയ്ക്കേണ്ടതിനെ ചെവി മറയ്ക്കാൻ നിന്നെ സഹായിക്കാൻ കഴിവുള്ള ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നോക്കിയാലും നിന്റെ മേൽ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാതെ വണ്ണം, കുറവ് കണ്ടുപിടിക്കാൻ പറ്റാതെ വണ്ണം നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഇന്ന് രാത്രി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കർത്താവേ, ചിലത് വെളിപ്പെടാതെ കണ്ട് വെളിയിൽ കൊണ്ടുവരേണ്ടത് വെളിയിൽ കൊണ്ടുവരണമേ. അങ്കിൾ ആൻഡ്രൂ ദ സ്മഗ്ലർ എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ വായിച്ചിട്ടുണ്ട് ആൻഡ്രൂ ദ സ്മഗ്ലർ. അദ്ദേഹത്തിൻ്റെ ജോലി വേദപുസ്തകം കടത്തല. അദ്ദേഹം റഷ്യൻ അതിർത്തിയിലേക്ക് വേദപുസ്തകം കൊണ്ട് എല്ലാ മാസവും പോകും ഒരു പോക്ക്. കാറ് മുഴുവൻ തിക്കി നിറച്ച് സീറ്റൊക്കെ അഴിച്ചു വെച്ച് ഡിക്കിയിലൊക്കെ വേദപുസ്തകം നിറച്ചിട്ട് കയറിപ്പോകും. അങ്ങനെ പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പോകുന്ന ദിവസം സെൻട്രി നിൽക്കുന്ന ആൾ ഇദ്ദേഹത്തിന് പരിചയമുള്ള ആളായിരിക്കും. ആ കെയർ ഓഫിലാണ് പോകുന്നത്. അദ്ദേഹം നേരത്തെ ഡ്യൂട്ടി അറിഞ്ഞാണ് പോകുന്നത്. ഒരു ദിവസം ചെന്നപ്പോൾ പെട്ടെന്ന് ആ സെൻട്രിയെ പോസ്റ്റ് ചെയ്ത് മാറ്റി വേറൊരു സെൻട്രിയെ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം വണ്ടിയും കൊണ്ടുപോയി നിർത്തിയപ്പോൾ വന്ന് ചെക്ക് ചെയ്യാൻ വന്ന സെൻട്രി ഒരു പരിചയവുമില്ലാത്തൊരാൾ. അദ്ദേഹം സ്റ്റീറിങ്ങിലോട്ട് തലയങ്ങോട്ട് വെച്ചു. ഒറ്റ പ്രാർത്ഥന, കർത്താവേ, മനുഷ്യന് കണ്ണ് കൊടുത്തവൻ നീയാണ്. ഇവനിപ്പോൾ ഡിക്കി തുറന്നു നോക്കും, നിറച്ച് വേദപുസ്തകം. പുറകിലെ സീറ്റ് നോക്കുമ്പോൾ സീറ്റില്ല, അതിലും നിറച്ച് വേദപുസ്തകം. എൻ്റെ സൈഡിൽ വേദപുസ്തകം, പുറകിൽ വേദപുസ്തകം, എല്ലായിടത്തും വേദപുസ്തകം. ഇവൻ കാണാതിരിക്കത്തക്കവണ്ണം യു മേക്ക് ഹിം ബ്ലൈൻഡ്. പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഈ സെൻട്രി വന്നിട്ട് വാതിൽ തുറന്നു നോക്കി, ഡോർ തുറന്നു നോക്കി, പുറകിൽ പോയി തുറന്നു നോക്കി, വണ്ടി പൊക്കോളാൻ പറഞ്ഞു. ഇന്ന് രാത്രി ചിലതിനെ മറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെങ്കിൽ അതവൻ ചെയ്തിരിക്കും. അത് ചെയ്തിരിക്കും.
നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യ്. നിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യ്. നീയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്മേൽ അവനത് ചെയ്യുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? കൈകൾ ഏശാവിൻ്റെ കൈകൾ, ശബ്ദം യാക്കോബിൻ്റെ. എന്നിട്ടും ഉറപ്പാക്കി ഏശാവ് തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ മകൻ്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു. വേട്ടയിറച്ചി തിന്നാന്ന് കൊണ്ടുവന്ന സാധനം ഒരു പിടിക്ക് ഇറക്കം പിടിയില്ല. അവൻ അടുക്കൽ കൊണ്ടുചെന്നു, അവൻ തിന്നു, അവൻ വീഞ്ഞും കൊണ്ടുചെന്നു, അവൻ കുടിച്ചു. പിന്നെ അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, മകനെ, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക. അടുത്ത പരീക്ഷണം. പ്രൈസ് ഗോ. അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. ചുംബിക്ക എന്ന് പറഞ്ഞു. പ്രൈസ്, വായിച്ചു നോക്ക്, തരട്ടെ. അവൻ അടുത്തു ചെന്നു, അവനെ ചുംബിച്ചു. അവനവന്റെ വസ്ത്രങ്ങളുടെ വാസന. ഇപ്പൊ മനസ്സിലായോ റെബേക്ക ഉടുപ്പിടിച്ചെന്തിനാന്ന്? നിനക്കിപ്പോൾ മനസ്സിലാവത്തില്ല എന്തിനാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. നിന്നെ സഹായിക്കാൻ വരാൻ പോകുന്നത് മുന്നമേ കണ്ടുകൊണ്ട് ഏശാവിൻ്റെ വസ്ത്രം ധരിപ്പിച്ചിട്ട് പറയുകയാണ്, ഇസഹാക്ക് പറയുകയാണ്, എൻ്റെ മകൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു. അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ്റെ വാസന. യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും. ആകാശത്തിന്റെ മഞ്ഞ് ആർക്കാ? യാക്കോബിന്. ആകാശത്തിന്റെ മഞ്ഞ് അറിഞ്ഞിട്ടല്ല, തിരിച്ചറിയാതെ. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അറിയാതെ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കേണ്ടവൻ നിന്നെ നിന്നെ ഒരു വിധത്തിലും തിരിച്ചറിയാതെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കാരണം മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നീ തോറ്റുകിടന്നാലും, നീ പുറകോട്ട് മൂത്തവനാകാൻ തോറ്റുപോയാലും, നിനക്ക് വേണ്ടി യാക്കോബെ കരുതിയിട്ടുള്ള ദൈവം അനുഗ്രഹത്തിന്റെ കലവറ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. 10 അനുഗ്രഹങ്ങൾ വായിച്ചു നോക്കി. ആകാശത്തിലെ മഞ്ഞും, ആകാശത്തിലെ മഞ്ഞ് 1, ഭൂമിയുടെ പുഷ്ടിയും, ഭൂമിയിലെ പുഷ്ടി 2, അനവധി ധാന്യവും, അനവധി ധാന്യം 3, വീഞ്ഞും, വീഞ്ഞ് 4, തരുമാറാകട്ടെ. അടുത്തത് വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. 5ാമത് വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. ജാതികൾ നിന്നെ വണങ്ങട്ടെ. 6ാമത് ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം. നിന്റെ സഹോദരന്മാർക്ക് 7ാമത് പറയുന്നു, നീ പ്രഭുവായിരിക്കാം. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. 8, നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. ചുമ്മാതാണോ ബിലയാം ശപിക്കാൻ വന്നിട്ടും അനുഗ്രഹിച്ചു പോയത്? ബിലയാമിന് വെളിപ്പാട് കിട്ടി, ഇവനെ ശപിച്ചിട്ട് കാര്യമില്ല, ഇവനെ ശപിച്ചാൽ ഞാൻ ശപിക്കപ്പെടും, എന്നാൽ ഇവനെ അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി നിന്റെ പദവി ഓർത്ത് ദൈവത്തെ സ്തുതിക്ക്. നീ ഏത് അനുഭവത്തിൽ കിടന്നാലും, നിനക്ക് ഒരു കഴിവില്ലെങ്കിലും ഒന്നിനും സാധിക്കത്തില്ലെങ്കിലും, നിന്റെ തലമേൽ കൈവച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് നിന്നെ സകല അനുഗ്രഹത്തിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എനിക്ക് അനുകൂലമാണെന്ന് അവൻ വിശ്വസിച്ച് സ്തോത്രം ഞാൻ. എത്ര പേരുണ്ട്? മനുഷ്യന്റെ കാഴ്ചപ്പാടല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാട്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവ് അനുഗ്രഹിച്ചിരിക്കും. ഇനി ഇത് കഴിഞ്ഞപ്പോൾ ഏശാവ് വരുന്നു, വായിച്ചു. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവന്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു. 33-ാം വാക്യം. 33. അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. എന്താ സംഭവിച്ചെന്ന് പുള്ളിക്ക് ഒരു പിടിയുമില്ല. എന്നിട്ട്, എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവനാർ? ആരാണ് എന്റെ അടുത്ത് കൊണ്ടുവന്നത്? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. തീർന്നില്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനും ആകും. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആരെല്ലാം എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും നിന്നെ തൽക്കാലം ഇപ്പോൾ അനുഗ്രഹിക്കേണ്ടവന്
ഇഷ്ടമില്ലെങ്കിലും, നിന്നെ സഹായിക്കേണ്ടവന് ഇഷ്ടമില്ലെങ്കിലും, അധികാരികൾക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിലും, നിന്റെ ഓഫീസർക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിലും, നിന്റെ ഡയറക്ടർക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമില്ലെങ്കിലും, നിന്റെ അപ്പന് നിന്നെ ഇഷ്ടമില്ലെങ്കിലും, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിലും, നിന്റെ വീട്ടിൽ ആർക്കും നിന്നെ ഇഷ്ടമില്ലെങ്കിലും, അനുഗ്രഹിക്കാൻ തീരുമാനിച്ചൊരു ദൈവമുണ്ടെങ്കിൽ നിന്റെ മേൽ 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 ഇന്ന് അനുഗ്രഹങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 അനുഗ്രഹങ്ങൾ. ഓ, പൂർണ്ണതയെ കാണിക്കുന്നു 10 അനുഗ്രഹങ്ങൾ. ഭൂമിയിലെ മഞ്ഞ്, ആകാശത്തിലെ പുഷ്ടി, എല്ലാം 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 തന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യാമോ? ഈ ദൈവം എൻ്റെ ദൈവമെന്ന്, ഈ ദൈവം എൻ്റെ ദൈവമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഹല്ലേലൂയ. ദൈവത്തിനെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ മുമ്പിൽ ചെങ്കടൽ, ഇന്ന് രാത്രി നിനക്ക് തടസ്സമായി നിൽക്കുന്ന ചെങ്കടലുകൾ 2 ആകണം. നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് വിഷയമായാലും അത് പിരിഞ്ഞു മാറി വഴി തെളിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വഴി തെളിയട്ടെ.